ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 15 എല്ലാവരും സന്തോഷിക്കുന്ന ദിവസങ്ങളാണ്. മിഠായിയൊക്കെ കഴിച്ച് പിള്ളേർ സുഖമായിട്ടിരിക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഒരു സുയ്യൻ നമുക്ക് വൈകുന്നേരം ചായക്ക് കടി സുയ്യൻ ഉണ്ടാക്കി നോക്കാം നമുക്ക് കേട്ടോ. ഉണ്ടാക്കി നോക്കുകയല്ല, ഉണ്ടാക്കി കഴിക്കും. അപ്പം നമുക്ക് ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ശർക്കര നീര് കുറച്ച് ഒഴിക്കാനുണ്ട്, ശർക്കര പാനി കുറച്ച് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. അരിച്ചൊഴിച്ചില്ലെങ്കിൽ കല്ലുണ്ടാവും, അതുകൊണ്ടാണ് അരിച്ചൊഴിക്കുന്നത് കേട്ടോ. നല്ലോണം വറ്റണം, ശർക്കര നീരിട്ട് നല്ലോണം കുഴച്ചിട്ട് വറ്റി തീ കൂട്ടി വെക്കാം. നല്ലോണം വറ്റിക്കോട്ടെ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കയും ജീരകവും പഞ്ചസാര കൂട്ടി പൊടിച്ചാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നല്ലോണം പൊടിയും. പഞ്ചസാര കൂട്ടി പൊടിച്ചാൽ, അല്ലെങ്കിൽ 2-3 ഏലക്കയൊക്കെ എടുത്ത് നമുക്ക് കല്ലായിട്ട് പൊടിച്ചാൽ പൊടിയില്ല. ഞാനിത്തിരി പഞ്ചസാരയും ഏലക്കയും ജീരകവും കൂടി ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതെല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം വറ്റിക്കോട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് 3-4 കശുവണ്ടിയൊക്കെ വറുത്തെടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, നല്ലോണം വറ്റണം. ഇത്തിരി വെന്ത് പോയി പയർ, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ചട്ടിയിൽ ഇച്ചിരി ഞാൻ ഒരുക്കി ഇപ്പോൾ വെച്ചോളൂ കേട്ടോ. ആദ്യം നമുക്ക് തേങ്ങ കൊട്ടിട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇളക്കി കൊടുക്കാം. അങ്ങനെ ബ്രൗൺ കളറായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വറുത്ത് അതിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ പച്ച വെക്കും പയറിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോൾ കേട്ടോ. നല്ല ടേസ്റ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പയ്യെ ഒരു മൂപ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പയർ വേവിച്ച് തേങ്ങ കശുവണ്ടിപ്പരിപ്പ് എല്ലാം കൂടി വറുത്ത് ഇതിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ 2 ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് കമഴ്ത്തി കൊടുക്കാൻ മതി. ഈ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കുന്നത് കേട്ടോ. അപ്പം ഇത് ശരിയായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം.
സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ആറാൻ വെക്കണം. നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് ആറാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. കലക്കി കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. നമുക്ക് ഈ തവി വെച്ച് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. തിക്കായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഇളക്കിക്കോട്ടെ. ഇപ്പം ഞാനിത് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തിക്കായിട്ടിരിക്കാൻ കലക്കിയതിട്ടാണ് മൈദ. എന്നാലേ മാവിലെയും ഉഴുന്നും പയറിൽ പിടിക്കുള്ളൂ. എൻ്റെ വോയിസിന് ഇത്തിരി കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ. അത് കാരണം പറഞ്ഞാൽ ഇത്തിരി വ്യത്യാസമുണ്ട്. ആരും ഒന്നും തോന്നരുത്. വോയിസ് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. ഇപ്പം ഇതെല്ലാം ഇളകി വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അതൊന്ന് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. പയറ് ചൂടാറാൻ വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പം ഇതെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ചെറിയ ഉരുളകളാക്കിയിട്ടാണ് നമുക്ക് കഴിക്കാനല്ലേ. അപ്പം ഞാൻ ചെറിയ ഉരുളയാക്കിയിട്ടുണ്ട്. കടയിലൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ വലിയ ഇതാണ് കാണുന്നത്. പക്ഷേ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല ഇതിനകത്ത്. നമ്മൾ കശുവണ്ടിപ്പരിപ്പ്, തേങ്ങക്കൊത്ത്, പിന്നെ തേങ്ങ ഇട്ട് എല്ലാം ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കടയിലൊന്നും ഇങ്ങനെ കിട്ടില്ല കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെയൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പം ഇത് ഞാൻ ഒന്നുകൂടി റെസിപ്പി പറഞ്ഞുതരാം. പയർ നല്ലോണം വേവിക്കണം. ചെറിയ നീര് ഉപ്പിട്ടിട്ട് പയർ നല്ലോണം വേവിച്ച് വയ്ക്കുക. നല്ലോണം വേവിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് വേവ് അധികം ഇഷ്ടമല്ല. എന്നാലും ഒരു മാതിരി വേകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കണം. അധികം ഒഴിക്കരുത്. കട്ടിയായിട്ട് ഇരിക്കണം. അങ്ങനെ കട്ടിയായിട്ട് എടുത്ത് കഴിയുമ്പോഴേക്കും ഇളക്കി കൂട്ടിയവിടെ വെച്ചിട്ട് ആറാൻ വെക്കണം. ആറാൻ വെച്ച് കഴിഞ്ഞാൽ 2-3 നമ്മുടെ ആളുകൾ എത്രയോ അംഗങ്ങളുണ്ട് അത്രയും പേർക്ക് വേണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കണം. ഞാനിവിടെ 3 സ്പൂണാണ് എടുത്തേക്കണം. ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി പറഞ്ഞു തന്നതാണ്. എല്ലാവരും ചെയ്ത് കഴിക്കണം. അത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പും ഏലക്കാപ്പൊടിയും എല്ലാം ഇട്ട് നമ്മൾ ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്കൊന്നും ആരും ചെയ്യണില്ല. മറന്നു പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യട്ടോ. ആർക്കും ഉപകാരമില്ലാത്തൊരു കാര്യമല്ലോ ഈ സബ്സ്ക്രൈബ് എന്നത്. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നാന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നതാണ്. എനിക്ക് അതിൻ്റെ മെത്തേഡുകളൊന്നും അറിയില്ല. എൻ്റെ ഒരു ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണിത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട് കേട്ടോ. ചട്ടിയും ചൂടായിക്കോട്ടെ, എണ്ണയും ചൂടായിക്കോട്ടെ കേട്ടോ. നല്ലോണം തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. ചൂടായാന്ന് നോക്കാം നമുക്ക്. ചൂടായിട്ടില്ല, കുറച്ചും കൂടി തിളക്കാനുണ്ട് എണ്ണ. ഇപ്പം എല്ലാവരും ആഗസ്റ്റ് 15 അടിച്ചു പൊളിച്ചിരിക്കുകയല്ലേ. മിക്കവർക്കും ലീവാണ്. ഞാനൊരു ഫ്ലാറ്റിൽ ജോലിക്ക് പോകണതാണ്. തൽക്കാലത്തേക്ക് ഒരു പെണ്ണിന് പകരം പോണതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിന് പകരം പോയിട്ട് ഇന്ന് ലീവാണ് അവിടെ. അത് കാരണമാണ് ഞാനിത് ഇന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊന്ന് എണ്ണ ചൂടാവട്ടെ, വെയിറ്റ് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. മൈദയാണ് മാവിന് എടുക്കേണ്ടത്. അപ്പോൾ മൈദ എപ്പോഴും കലക്കുമ്പോൾ ഈ ഇത് ഇങ്ങനെ പിടിക്കാൻ പാകത്തിന് നമ്മൾ പഴംപൊരിക്കൊക്കെ കലക്കൂലേ അതുപോലെ. എല്ലാം ഇടാൻ സൗകര്യം ഉണ്ടാവില്ല, കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഒരു കടയിൽ കയറി ഞാൻ ഈ സുയ്യം വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് ഞാൻ പറയണില്ല, ഒരു വഴിക്കും കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. ഒരു വഴിക്കും ഉപ്പുമില്ല, പുളിയില്ല, മധുരമില്ല, ഒന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തിനാ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? ആൾക്കാർക്ക് അറിയാൻ പാടില്ല, മേടിച്ച് കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ. ഒരിഞ്ഞോട്ട് കേട്ടാ. നാളെ അത്തസമയമല്ലേ എല്ലാവരും. നാളെ അത്തസമയം കാണാൻ പോകാൻ പറ്റിയവരൊക്കെ നല്ല കാഴ്ചയാണ് അവിടെ കാണാനുള്ളത്. ഇപ്പം എല്ലാം അനൗൺസ് ചെയ്ത് പോവുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമുക്ക് ഓരോ ഭക്ഷണങ്ങൾ. അപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. 4 മണിക്കോ എപ്പോഴെങ്കിലും പിള്ളേർ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. അത് കഴിക്കട്ടെ. നമുക്ക് പിള്ളേരുടെ ആവശ്യമല്ല എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കുന്നത്. പിള്ളേരെ നോക്കണം നല്ലോണം. ഭക്ഷണം നല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ വീട്ടിൽ. അങ്ങനെയൊക്കെ
ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ കുട്ടികളൊക്കെ ഭാവിയിൽ നല്ല ഇതായിരിക്കും. ഞാനിങ്ങനെ വെറുതെ പറയാനല്ല കേട്ടോ, ഇഷ്ടപ്പെടാണ്ട് ഇരിക്കല്ലേ, കാര്യം പറഞ്ഞതാണ്. പിന്നെ എനിക്ക് ആഡംബര പാത്രങ്ങളൊന്നുമില്ല കേട്ടോ, നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു പാത്രങ്ങളൊക്കെയാണ് ഉള്ളത്, അതിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആരും ഒന്നും തോന്നരുത്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. എന്നാലും എന്തെങ്കിലും യൂട്യൂബർമാർ തന്നാലേ എനിക്കൊരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. സബ്സ്ക്രൈബ് ആരോടും ചോദിച്ചിട്ടില്ല, ആൾക്കാർ ഇടണതാണ്, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ഇന്നുവരെ. ഏലക്കരയൊക്കെ നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സുയ്യനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സുയ്യനാണ് കേട്ടോ. ചൂടാറാണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല, അപ്പം ചൂടാറിയിട്ട് കഴിച്ച് നോക്കാം. നിങ്ങളും കഴിക്കുക, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പം ഞാൻ ചട്ടി ഒന്ന് ഓഫാക്കുവാണേ. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. അയ്യോ, അപ്പം നമ്മുടെ സുയ്യൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സുയ്യനാണ്. ചൂടൊക്കെ ആറിയിട്ട് കഴിച്ച് നോക്കുക, നിങ്ങളും കഴിക്കണം കേട്ടോ. അപ്പം ഈ വീഡിയോ കണ്ട് സുയ്യനൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ വരേക്കും ബൈ.